കമ്പൈലർ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കമ്പൈലർ എന്താണ്, കമ്പൈലറിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്, അതിൻ്റെ പാർട്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്തെന്നാണ്. കമ്പൈലർ ഡിസൈനിലെ ഒരു ടേമാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. അപ്പോൾ അതെന്താണ്, അത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ബോർഡിലുണ്ട്. ബൂട്ട് സ്ട്രാപ്പിംഗ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് സിമ്പിൾ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം വിച്ച് ഇൻ ടേൺ മേ ഹാൻഡിൽ ഫോർ മോർ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം ആൻഡ് സോ ഓൺ. ഒന്ന് മനസ്സിലാക്കാനുള്ളതെന്ന് അറിയാം, ഒന്നും കൂടെ വായിച്ചു നോക്കാം. Bootstrapping is the process in which simple language is used to translate more complicated program. അതായത് ബൂട്ട്സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് മോർ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് എന്തിനായിരിക്കും കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നോർമലി നമ്മൾ കമ്പൈലറിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന സോഴ്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആയിരിക്കും. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെഷീൻസിന് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ കമ്പൈലർ കണ്ടുപിടിച്ചതും അതിൻ്റെ ബാക്കി അഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്നതും. അപ്പോൾ ഒരു കമ്പൈലറിലേക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് സോഴ്സ് കോഡ് ടാർഗറ്റ് കോഡ് ആക്കാൻ വേണ്ടി ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതാണോ അതോ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതാണോ എളുപ്പം? സ്വാഭാവികമായും ഒരു സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാം ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതായിരിക്കും കമ്പൈലറിന് അതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ള വർക്കിങ്ങിന് നല്ലത്. സോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിനെ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. അപ്പോൾ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം എടുത്ത് കമ്പൈലറിന് കൊടുത്ത് അതിന് പ്രോസസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ യൂസിങ് എ സിമ്പിൾ പ്രോഗ്രാം വി ആർ ട്രൈങ് ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് മോർ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനെ സിമ്പിൾ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? ഈ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ടാർഗറ്റ് കോഡ് യൂസ് ചെയ്ത് പിന്നെയും നമുക്ക് വേറെ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ കയ്യിലൊരു എക്സ്ട്രീം ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കോഡ് ഉണ്ടെങ്കിൽ നമുക്കതിന് ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടായിരിക്കും. സോ ആ ഒരു പാട് മാറ്റാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് ഒരു മോർ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ആഫ്റ്റർ വി ട്രാൻസ്ലേറ്റ് ദ മോർ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം എന്ത് ചെയ്യാം? വിച്ച് ഇൻ ടേൺ മേ ഹാൻഡിൽ ഫോർ മോർ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസ്. അത് യൂസ് ചെയ്ത് പിന്നെയും നമുക്ക് വേറെ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൺസ് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാം സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു, ദെൻ ആ ഒരു അവിടെ നിന്ന് കിട്ടുന്ന ടാർഗറ്റ് കോഡ് വെച്ചിട്ട് എഗെയിൻ ആൻഡ് എഗെയിൻ നമുക്ക് പിന്നീട് ഫ്യൂച്ചറിൽ കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസ് വരുമല്ലോ, അപ്പോൾ അതിനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ഓക്കെ, ഇനി ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വായിച്ചു മനസ്സിലാക്കാനും കമ്പൈലേഷൻ ഡെവലപ്മെന്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന്. Bootstrapping is used to produce self-hosting compilers. ഇത് സെൽഫ്-ഹോസ്റ്റിംഗ് കമ്പൈലേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കും. എന്താണ് ഈ സെൽഫ്-ഹോസ്റ്റിംഗ് കമ്പൈലേഴ്സ്? വേറെ ഒന്നുമില്ല. സെൽഫ്-ഹോസ്റ്റിംഗ് കമ്പൈലർ ഈസ് എ ടൈപ്പ് ഓഫ് കമ്പൈലർ ദാറ്റ് ക്യാൻ കമ്പൈൽ ഇറ്റ്സ് ഓൺ സോഴ്സ് കോഡ്. ഇപ്പോൾ ഒരു കമ്പൈലർ ഉണ്ട്, ഓക്കെ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു കമ്പൈലർ ഉണ്ട്. ആ കമ്പൈലറിന് ഇപ്പോൾ നമ്മളൊരു കമ്പൈലർ ഫസ്റ്റ് ടൈം ഇനിഷ്യലി നമ്മളൊരു കമ്പൈലർ ഡെവലപ്പ് ചെയ്തത് സ്വാഭാവികമായിട്ടും ഒരു പ്രോഗ്രാം കോഡ് എഴുതിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏതൊരു കമ്പൈലർ ആണെങ്കിലും ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ, നമ്മൾ ആദ്യമേ പഠിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പൈലർ പ്രോഗ്രാമിൻ്റെ ഒരു സെറ്റ് ആണെങ്കിൽ നിറയെ പ്രോഗ്രാംസ് കാണും.
അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യലി നമ്മളൊരു കമ്പൈലർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറേ പ്രോഗ്രാംസ് എഴുതി, ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് റൺ ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയപ്പോൾ നമുക്കൊരു കമ്പൈലർ എന്നുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പായി വന്നു. അപ്പോൾ അങ്ങനെ ഡെവലപ്പായി വന്ന ഒരു കമ്പൈലർ, ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കമ്പൈലർ, ആ കമ്പൈലറിന് അതിൻ്റെ തന്നെ സോഴ്സ് കോഡിനെ റൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ, അങ്ങനെ കേപ്പബിലിറ്റി സ്വന്തമായിട്ടുള്ള സോഴ്സ് കോഡ് റൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള കമ്പൈലറിനെയാണ് സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ എന്ന് പറയുന്നത്. സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ, ഇങ്ങനെ ഒരു ടേം ബൂട്ട് സ്ട്രാപ്പിങ്ങിനകത്ത് മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ബൂട്ട് സ്ട്രാപ്പിംഗ് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ. ആൻഡ് സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ ഈസ് എ ടൈപ്പ് ഓഫ് കമ്പൈലർ ദാറ്റ് ക്യാൻ കമ്പൈൽ ഇറ്റ്സ് ഓൺ സോഴ്സ് കോഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബൂട്ട് സ്ട്രാപ്പ് കമ്പൈലറിന് നമുക്ക് ഇപ്പോൾ ഈ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്നുള്ള പ്രോസസ് നമുക്ക് കുറച്ചും കൂടെ എങ്ങനെ പറയാം? ബൂട്ട് സ്ട്രാപ്പ് കമ്പൈലർ ഈസ് യൂസ്ഡ് ടു കമ്പൈൽ ദ കമ്പൈലർ ആൻഡ് ദെൻ you can use this compiled compiler to compile everything else as well as future version of itself. അതായത് ഒരു തവണ ഒരു കമ്പൈലറിന് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്ത സോഴ്സ് കോഡിനെ സ്വന്തമായിട്ട് തന്നെ എഗെയിൻ അതിനെ കമ്പൈൽ ചെയ്യാൻ കഴിവുള്ള ഒരു കമ്പൈലറിനെയാണ് സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇപ്പോൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത് ഈ സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ എന്ന് പറയുന്ന രണ്ട് ടേംസും ഇന്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി ഒരു കമ്പൈലറിനെ നമുക്ക് 3 ലാംഗ്വേജ് യൂസ് ചെയ്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. ഏതൊരു കമ്പൈലറിനും നമ്മുടെ കമ്പൈലറിന്റെ വർക്ക് എന്താണെന്ന് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ. ഒരു കമ്പൈലർ സോഴ്സ് ലാംഗ്വേജ് വാങ്ങിയിട്ട് അതിന് ടാർഗറ്റ് ലാംഗ്വേജ് ആയിട്ട് മീൻസ് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ കണ്ടതാണ്. അപ്പോൾ 3 ടേംസ് അല്ലെങ്കിൽ 3 ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കമ്പൈലറിനെ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. എ കമ്പൈലർ ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ബൈ 3 ലാംഗ്വേജസ്: സോഴ്സ് ലാംഗ്വേജ്, ടാർഗറ്റ് ലാംഗ്വേജ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡയഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. ടി ഡയഗ്രാം എന്നാണ് അതിനെ പറയുന്നത്, ടി ഡയഗ്രാം. അപ്പോൾ ടി ഡയഗ്രാം യൂസ് ചെയ്തിട്ട് ബൂട്ട് സ്ട്രാപ്പിംഗ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബോർഡിലൊരു ടി ഷേപ്പിലുള്ള ഒരു ഡയഗ്രാം കാണാൻ പറ്റും. ഇത് ടി ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതിലിതാ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ എസ് എന്ന് എഴുതിയിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ടി എന്ന് എഴുതിയിട്ടുണ്ട്, ബോട്ടം പോർഷനിൽ ഐ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ഈ ഒരു ടി ഡയഗ്രാം വെച്ച് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കമ്പൈലറിനെയാണ്. ഈ ഒരു കമ്പൈലറിന്റെ പ്രത്യേകത, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സോഴ്സ് കോഡ് എസ് ആണ്, അല്ലെങ്കിൽ സോഴ്സ് ലാംഗ്വേജ് എസ് ആണ്. ഈ ഒരു കമ്പൈലർ യൂസ് ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആ ഒരു ടാർഗറ്റ് കോഡിനെ ഞാൻ ടി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു കമ്പൈലർ ഏതെങ്കിലും ഒരു ലാംഗ്വേജിലായിരിക്കണമല്ലോ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ആ ഇംപ്ലിമെന്റ് ചെയ്ത ലാംഗ്വേജിനെ ഐ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എസ് ടി ഐ, എസ് സോഴ്സ് ലാംഗ്വേജ്, ടി ഈസ് ദ ടാർഗറ്റ് ലാംഗ്വേജ് ആൻഡ് ഐ ഈസ് ദ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ്. ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു കമ്പൈലർ സോഴ്സ് കോഡിനെ ടാർഗറ്റ് കോഡാക്കി മാറ്റണമെങ്കിൽ ഈ ഒരു കമ്പൈലർ ഡെവലപ്പ് ചെയ്ത അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ലാംഗ്വേജ് കാണും. ആ ലാംഗ്വേജിനെയാണ് ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് ഐ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഴ്സ് കോഡിനെ ടാർഗറ്റ് കോഡാക്കി മാറ്റാൻ വേണ്ടി ഒരു ഐ എന്ന ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടി സോഴ്സ് കോഡിനെ ടാർഗറ്റ് കോഡാക്കി മാറ്റുന്ന ഒരു കമ്പൈലറിന്റെ ടി ഡയഗ്രാം ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഒരു സിമ്പിൾ ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് യൂസ് ചെയ്ത് ഫർദർ പിന്നെയും കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ കോഡിനെ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൂട്ട് സ്ട്രാപ്പിംഗ്. ബൂട്ട് സ്ട്രാപ്പിംഗിന് ടി ഡയഗ്രാം യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം. ടി ഡയഗ്രത്തിൽ ടി ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ടി ഡയഗ്രാം എന്ന് പറയുന്നത്. എസ് ടി ഐ 3 ടേംസ് ഉണ്ട്. എസ് ഈസ് ദ സോഴ്സ് ലാംഗ്വേജ്, ടി ഈസ് ദ ടാർഗറ്റ് ലാംഗ്വേജ് ആൻഡ് ഐ ഈസ് ദ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ്. അപ്പൊ ഇത്രയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് അല്ലെങ്കിൽ ഒരു കമ്പൈലറിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച ടി ഡയഗ്രത്തിന്റെ ഒരു നൊട്ടേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ടി ഡയഗ്രത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഇവിടെ എസ് എന്ന് പറയുന്ന സോഴ്സ് ലാംഗ്വേജ് ആണ്. എസ് എന്ന സോഴ്സ് ലാംഗ്വേജ് ഐ എന്ന ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് ടി എന്ന ടാർഗറ്റ് ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇതൊരു കമ്പൈലർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൽ സി എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കമ്പൈലറിനെയാണ്. എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ സോഴ്സ് ലാംഗ്വേജ്, ഐ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ്, ടി എന്ന് പറയുന്നത് ടാർഗറ്റ് ലാംഗ്വേജ്.
അപ്പോൾ സി എന്നുള്ള കമ്പൈലറിന്റെ ലെറ്റർ എഴുതുക, ക്യാപിറ്റൽ ലെറ്റർ സി. ദെൻ അതിന്റെ മേളിൽ ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് സോഴ്സ് ലാംഗ്വേജ് ഏതാണോ യെസ്. ഇവിടെ സോഴ്സ് ലാംഗ്വേജ് എസ് ആയതുകൊണ്ടാണ് ഇവിടെ എസ് എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ സോഴ്സ് ലാംഗ്വേജ് എല്ലോ എയോ എന്ത് ലെറ്റർ ആണെങ്കിലും നമുക്കത് സോഴ്സ് ലാംഗ്വേജിന്റെ ആ ലെറ്റർ ഇവിടെ എഴുതുക. ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് ഏതാണോ അത് ബോട്ടം റൈറ്റ് സൈഡിൽ എഴുതുക, ടോപ്പ് റൈറ്റ് സൈഡിൽ ടാർഗറ്റ് ലാംഗ്വേജ് എഴുതുക. അപ്പൊ ഇതാണ് ഒരു കമ്പൈലറിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിളിലേക്ക് പോകാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് ഇനിഷ്യലി ഞാനൊരു കമ്പൈലർ ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യും. അതിനുശേഷം ആ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത കമ്പൈലറിന്റെ ഹെൽപ്പോട് കൂടി ഞാനൊരു കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജിനെ കമ്പൈൽ ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പൈലർ നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ കമ്പൈൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനിഷ്യലി ഞാനിപ്പോ ഒരു എസ് എന്ന സോഴ്സ് ലാംഗ്വേജ് യൂസ് ചെയ്ത് നമുക്ക് ആദ്യം കമ്പൈലറിന്റെ സിമ്പിൾ സി എഴുതി. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന സോഴ്സ് ലാംഗ്വേജ് എസ് ആണ്. ടാർഗറ്റ് ലാംഗ്വേജ് ഞാൻ എ ആയിട്ട് എടുത്തു. ഞാൻ യൂസ് ചെയ്യുന്ന ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വർക്ക് ചെയ്യാൻ പോകുന്ന മിഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് എ ആയിട്ട് എടുത്തു. രണ്ടും അങ്ങനെ സെയിം പേരുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്രിയേറ്റ് CSAA കമ്പൈലർ. ഇതൊരു കമ്പൈലർ ആണ്. ഫോർ എ സബ്സെറ്റ് എസ് ഓഫ് ദ ഡിസൈൻ ലാംഗ്വേജ് എൽ യൂസിംഗ് ലാംഗ്വേജ് എ, യൂസിംഗ് ദ ലാംഗ്വേജ് എ which runs on a mission. അപ്പൊ എ എന്ന് പറയുന്ന ലാംഗ്വേജ് ഇവിടെ യൂസ് ചെയ്യുന്നു. എ എന്നുള്ള മിഷനിലാണ് ഈ ഒരു കോഡ് അല്ലെങ്കിൽ പ്രോഗ്രാം, ഈ ഒരു കമ്പൈലർ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം ഞാൻ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ എ എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പൈലർ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ടി ഡയഗ്രം എങ്ങനെ വരയ്ക്കും? ഇവിടെ സോഴ്സ് ലാംഗ്വേജ് എസ് ആണ്, ടാർഗറ്റ് ലാംഗ്വേജ് എ ആണ്, മിഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് എ ആണ്. അപ്പൊ ഇങ്ങനെ എഴുതുക. ഈ ഒരു കമ്പൈലറിന്റെ കറസ്പോണ്ടിങ് ടി ഡയഗ്രം വരച്ചു. ദെൻ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ക്രിയേറ്റ്, ഞാൻ അത് ഇതുപോലെ വേറൊരു കമ്പൈലർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റ് എ കമ്പൈലർ വിത്ത് സോഴ്സ് ലാംഗ്വേജ് എൽ, ടാർഗറ്റ് ലാംഗ്വേജ് എ ആൻഡ് റണ്ണിങ് ഓൺ എ മിഷൻ ഓർ റണ്ണിങ് വിത്ത് ആൻ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് എസ്. ഇങ്ങനെയുള്ള ഒരു കമ്പൈലർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സോഴ്സ് ലാംഗ്വേജ് എൽ ആണ്, ടാർഗറ്റ് ലാംഗ്വേജ് എ ആണ്. ഇത് വെച്ചിട്ട് റൺ ചെയ്യാൻ പോകുന്ന മിഷൻ എസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് എസ് ആണ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ടി ഡയഗ്രാം ആണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ എനിക്ക് രണ്ട് കമ്പൈലറാണ് ഉള്ളത്. ഞാൻ ഇത് രണ്ടും യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? ഞാൻ ഈ സെക്കൻഡ് എഴുതിയ എൽ എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്ത് എ എന്ന ലാംഗ്വേജിലോട്ട് ഞാൻ കൺവേർട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ എസ് ആണ്. അപ്പൊ കമ്പൈൽ ഈ ഒരു കമ്പൈൽ ഓർ ക്രിയേറ്റ് അല്ലെങ്കിൽ കമ്പൈൽ ദിസ് കമ്പൈലർ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിനെ യൂസിങ് ഈ ഫസ്റ്റ് വൺ. ഇതിന് ഈ ഒരു പെർട്ടിക്കുലർ കമ്പൈലറിന് ഞാൻ ഈ ഫസ്റ്റ് എഴുതിയ കമ്പൈലർ യൂസ് ചെയ്തുകൊണ്ട് കമ്പൈൽ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു ഒരു കമ്പൈലറിന്റെ കോഡ് വെച്ചിട്ട് നെക്സ്റ്റ് കമ്പൈലർ കോഡുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, സെൽഫ് ഹോസ്റ്റിംഗ് കമ്പൈലർ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നതാ, ഈ സെക്കൻഡ് വൺ എഴുതിയ കമ്പൈലറിനെ ഈ ഫസ്റ്റ് വൺ എഴുതിയത് കൊണ്ട് റൺ ചെയ്യാൻ പോവുകയാണ്. കമ്പൈൽ LCSA യൂസിങ് CSAA കമ്പൈൽ ചെയ്യാം ടു ഒപ്റ്റൈൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കിയാലോ. ടി ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. ഫസ്റ്റ് എന്ത് കിട്ടും? നമ്മൾ LAS ഈ കമ്പൈലറാണ് എടുത്തത്. ഈ കമ്പൈലർ എടുത്തു. ഇനി ഇത് വെച്ചിട്ട് റൺ ചെയ്ത് നോക്കാൻ പോകുന്ന ഏതാണ്? അപ്പൊ നമ്മൾ എൽ എന്ന് പറയുന്ന ലാംഗ്വേജ് സോഴ്സ് ലാംഗ്വേജ് കൊടുത്തു, എ എന്ന ടാർഗറ്റ് ലാംഗ്വേജ് എനിക്ക് കിട്ടി. ഞാൻ യൂസ് ചെയ്ത മിഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് എസ് ആണ്. ഇത് വെച്ചിട്ട് ഇതിനെ ഏത് വെച്ചിട്ട് റൺ ചെയ്യാൻ പോകുന്നു പറഞ്ഞു? ഈ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് എഴുതിയിരിക്കുന്നതിലുള്ള സോഴ്സ് ലാംഗ്വേജ് എസ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചൊക്കെയാണ് ഈ രണ്ട് പോർഷൻ സെയിം ആണ്. അത് കിട്ടുന്ന ടാർഗറ്റ് കോഡ് എ ആണ്. ദെൻ അത് റൺ ചെയ്യുന്ന മിഷൻ എ ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കമ്പൈൽ ദിസ് വൺ യൂസിങ് ദിസ് ടു ഒബ്റ്റെയിൻ എനിക്ക് എന്ത് കിട്ടുമായിരിക്കും? ഇങ്ങനെ ഒരു കമ്പൈലേഷൻ ഞാൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ എന്തെനിക്ക് ചെയ്യാം? ഞാൻ ആക്ച്വലി എ എന്ന
ഇവിടെ ഇപ്പൊ SS വന്നത് ഇവിടുത്തെ S എന്ന മിഷൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് ആണ് ഇവിടുത്തെ സോഴ്സ് കോഡായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ സെയിം വരണ്ടേ. A എന്ന ഒരു ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ മിഷനോട് കൂടി എനിക്ക് L എന്ന ലാംഗ്വേജിനെ എയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു കമ്പൈലറിന്റെ ക്രിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടി ഡയഗ്രത്തിനെ എനിക്ക് നൊട്ടേഷൻ ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഞാനിവിടെ ആക്ച്വലി ചെയ്തത് എന്താണ്, L എന്ന സോഴ്സ് ലാംഗ്വേജ് യൂസ് ചെയ്ത് L എന്ന സോഴ്സ് ലാംഗ്വേജിനെ S എന്ന മിഷനിൽ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് കൂടി A ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കമ്പൈലർ എടുത്തു അല്ലേ. അതിനെ ഞാൻ ഏതൊരു കമ്പൈലറാണ് റൺ ചെയ്തത്? S എന്ന സോഴ്സ് ലാംഗ്വേജ് വാങ്ങി A എന്ന ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് A എന്ന ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്ന വേറൊരു കമ്പൈലർ അല്ലേ. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് ഇത് കിട്ടി. ഇതിൽ നിന്ന് എനിക്ക് നെക്സ്റ്റ് ഏത് സ്റ്റേറ്റിലോട്ട് പോയി? ഇവിടെ ഇപ്പൊ എന്താണ് നടക്കുന്നത്? L എന്നുള്ളൊരു സോഴ്സ് ലാംഗ്വേജിൽ A എന്നൊരു ടാർഗറ്റ് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു യൂസിങ് A ആസ് ദ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു ഇത് ഫസ്റ്റ് കമ്പൈലർ ആയിരുന്നു. ഇതിൽ നിന്ന് ഞാൻ സെക്കൻഡ് കമ്പൈലർ പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ സെക്കൻഡ് കമ്പൈലറിന്റെ പ്രോഗ്രാം റൺ ചെയ്തു, അതിന് തേർഡ് കമ്പൈലർ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത് ബൂട്ട് സ്ട്രാപ്പിംഗിന്റെ ഒരു T ഡയഗ്രാം റെപ്രസെന്റേഷനും തൊട്ട് മുകളിൽ ഒരു നൊട്ടേഷനും ആണ്. അപ്പോൾ ഇതാണ് ബൂട്ട് സ്ട്രാപ്പിംഗിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ നോക്കിയത് എന്താണ് ബൂട്ട് സ്ട്രാപ്പിംഗ്, അതിന്റെ എക്സാമ്പിൾ, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഈ പോർഷനിലോ അല്ലെങ്കിൽ പ്രീവിയസ് കമ്പൈലർ ഡിസൈൻ്റെ പോർഷനിലോ ഉള്ളവർക്ക് മെയിലായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.